പ്രേമസ്വരൂകളും ആത്മസ്വരൂകളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പാദപത്മങ്ങളിലും ആ പാദം പതിഞ്ഞ ഈ മണ്ണിലും അമ്മ നമസ്കരിക്കുന്നു. ഭാരതത്തിൻ്റെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു, ബഹുമാനപ്പെട്ട ശ്രീ ഗവർണർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ്, സ്റ്റേജിലിരിക്കുന്ന മറ്റു ഭാഗത്തിരിക്കുന്ന ആദരണീയായ സന്യാസിമാർ, ഈ രാമജന്മഭൂമിക്ക് വേണ്ടി ജീവിതം ബലികഴിപ്പിച്ച, ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മഹത് വ്യക്തികളെ പ്രത്യേകം ഭക്തന്മാർക്കും നമ്മുടെ നമസ്കാരം. ഈ പവിത്രമായ രാമജന്മഭൂമിയിൽ എനിക്ക് വേണ്ടി പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സനാതനത്തിൻ്റെ ഒരു പുത്തൻ സൂര്യോദയത്തിൻ്റെ പ്രതീകമാണ് ഈ അയോധ്യയിലെ മഹാക്ഷേത്രം എന്ന് പറയും. സാധാരണ നമ്മൾ മഹാക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പ്രാർത്ഥന കൊണ്ടും ത്യാഗപൂർണമായ പ്രയത്നം കൊണ്ടും വർഷക്കരിച്ചാണ് ഈ ക്ഷേത്രം. അപ്പം ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്ത, നിസ്വാർത്ഥമായി സേവിച്ചവരെയും ജീവിതം സമർപ്പിച്ച് ബലിയർപ്പിച്ചവരെയും ത്യാഗപൂർവ്വം സേവനം അനുഷ്ഠിച്ചവരെയും ആദരപൂർവ്വം സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. മഹത്തായ ഭാരത സംസ്കാരത്തിൻ്റെ ഒളിമങ്ങാത്ത ഋഷീശ്വരന്മാരുടെയും പൂർണ്ണതയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. രാമൻ ധർമ്മത്തിൻ്റെ പര്യായമാണ്. അതുപോലെ തന്നെ സ്വഭാവശുദ്ധ മൂർത്തിയാണ്. ലോകജീവിതത്തിൽ പുലർത്തേണ്ട കുലമഹിമയുടെയും മര്യാദയുടെയും അതുല്യമായ മാതൃകയാണ് അവിടുന്ന്. വിധി അതുപോലെ തന്നെ സ്വീകരിക്കൽ രാമനും കൃഷ്ണനും ചെയ്ത് ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും ധർമ്മം അനുസരിച്ച് പ്രയത്നിച്ചു പുരുഷപ്രയത്നത്തിൻ്റെ മഹത്വം അവർ കാട്ടിത്തന്നു എന്നുള്ളതാണ്. എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഏകതയുടെ സന്ദേശം ലോകത്തിന് കാഴ്ചവെച്ച നാടാണ് ഭാരതം. അതുല്യ സംസ്കാരത്തിൻ്റെ ഒരിക്കലും ഒളിമങ്ങാത്ത പ്രതീകമാണ് രാമൻ. അപ്പം രാമൻ്റെ ജീവിതവും സ്മരണയും ജനഗ്രഹങ്ങളെ പൂർത്തീകരിക്കട്ടെ. മൂല്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ രാമായണവും രാമൻ്റെ ജീവിതവും ജനഗ്രഹങ്ങളെ പൗത്രീകരിക്കട്ടെ. അപ്പം രാമൻ്റെ ജീവിതം നമ്മളിൽ ധർമ്മബോധവും ആത്മശക്തിയും കർമ്മത്തിൽ നിസ്വാർത്ഥം നിർത്താൻ സഹായിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇത് പറയുമ്പം നമ്മുടെ ആശ്രമത്തിൽ സംസ്കാരം എന്ന വാക്കിന് കൾച്ചർ എന്ന് പറയും. നമ്മൾ രക്തം, കഫം മുതലായ എടുത്തൊരു ബാറ്ററിയിൽ കൊടുക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന സാമ്പിൾ കോശങ്ങൾ ചില ബാറ്ററി വളർത്ത കൊണ്ടതിന് ശേഷം ലാബിൽ സൃഷ്ടിക്കുക. അതുപോലെ സംസ്കാരം ഇൻ്റർനെറ്റ് എന്ന് പറയും. അത് സംസ്കാരം ഉള്ളിൽ വളർത്തേണ്ടതാണ്. ആദ്യം അതിനകത്ത് അന്തരീക്ഷം വീട്ടിൽ നിന്ന് തുടങ്ങണം, പിന്നെ സ്കൂളിൽ നിന്ന് തുടങ്ങണം. ഇപ്പോൾ ആശ്രമത്തിൽ 100-150 രാജ്യക്കാർ കുഞ്ഞുങ്ങൾ രാമായണമൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ ചില കുഞ്ഞുങ്ങൾ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ രാമൻ സീതയോട് അജയ്ക്ക് സോറിയെങ്കിലും ചോദിച്ചുവിടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞ മോളെ രാമൻ രാജ്യത്തെ രാജാവാണ്, വീട്ടിലെ മേധാവിയാണ്. രാജ്യമാണ് ഫസ്റ്റ്, പിന്നെയാണ് ഭാര്യ. പിന്നെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഗർഭസമയത്ത് ഈശ്വര കഥകൾ കേൾക്കണം, കുട്ടികൾക്കും കേൾക്കണം. ഒരു സാഹചര്യം സൃഷ്ടിച്ചതാണ്. അതേ രാമൻ തന്നെ ലങ്കയിൽ രാവണൻ കൊണ്ടുപോയ സമയത്ത് എന്തെല്ലാം കഷ്ടപ്പെടണം സീതയെ തിരിച്ചുകൊണ്ട് വന്നു. കുട്ടി ഒരു 3 ദിവസം കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ എന്നച്ചൻ ഫ്രാൻസിലാണ്, ഞാനിവിടെ രാമായണ ഗീത പഠിക്കാണ്, ഇതിനാണ് രാമൻ സീതയോട് ചെയ്തതെന്ന്. വേറൊരു കുട്ടി ഒരു പാവയും കൊണ്ടുവന്നു. അപ്പോഴാ കുട്ടിയോട് ചോദിച്ച്, ഇത് വേറൊരു കുട്ടിയുടെ പാവയാണല്ലോ, നിനക്ക് എങ്ങനെ കിട്ടി? അപ്പോൾ അതെൻ്റെ ബർത്ത്ഡേക്ക് ആ കുട്ടി കൊണ്ട് തന്നു എന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടിയെ വിളിച്ചു, നിനക്ക് നീ ഇത്ര കരഞ്ഞു വിളിച്ച് മേടിച്ച പാവയാണ്, നിനക്ക് വിഷമം തോന്നിയില്ലേ കൊടുത്തപ്പം? ഇല്ല, കൊടുത്ത് കിട്ടിയതിനേക്കാൾ കൂടുതൽ സന്തോഷം തോന്നിയവർ. അപ്പം എന്താണെന്ന് വെച്ചാൽ അവൾക്കാരും അവൾ ജന്മാനം കൊടുക്കാനില്ല. അപ്പം നമ്മൾ കുഞ്ഞിലെ ഈ സംസ്കാരം, നമ്മുടെ ക്ഷേത്രം എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് കിട്ടിയെങ്കിലും ആ സംസ്കാരം കുഞ്ഞിലെ ഉണർത്തണം. ഇപ്പോൾ പ്രകാശം കൊടുക്കുന്ന തിരി കരുനാളം കത്തുകയാണ്. അതുപോലെ പുഷ്പം മുഴുവെടുത്ത് പരിമണം കൊടുക്കുന്ന പുഷ്പം മുഴുവെടുത്ത് മൊട്ടായിരിക്കുമ്പോഴേ വീഴുന്നതാണ് കാണുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട് യുവാക്കളായ കുഞ്ഞുങ്ങളും മറ്റു രീതി കഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഇറങ്ങി
ഗ്രാമങ്ങൾ തോറും ഇറങ്ങി ആ സംസ്കാരത്തെ ഉണർത്താൻ ശ്രമിക്കുന്ന എല്ലാ രീതിയിലും നല്ലതാണ്. അപ്പോൾ അയോധ്യയിലെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ എങ്ങനെയായിരുന്നു ഭരതൻ്റെ രാമൻ അയോധ്യ കാട്ടിപ്പോയ സമയത്ത് ഭരതൻ എങ്ങനെയായിരുന്നു? ഭരതൻ കുറച്ച് കഴിഞ്ഞാണ് കുറക്കാൾ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആദ്യം മന്ത്രിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഒറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ ചേട്ടനീതി വന്നത്. പെട്ടെന്ന് പാശ്ചാത്തപിച്ചു. അവളൊരു ദാസിയാണ്, വിദ്യാഭ്യാസമില്ല, യജമാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയും. അതുപോലെ പറഞ്ഞാണ്. അടുത്തായിട്ട് എൻ്റെ അച്ഛനൊറ്റ ആൾ കാണാണ് എൻ്റെ ചേട്ടൻ ഈ വിധി വന്നത്. അപ്പോൾ അച്ഛനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? പാശ്ചാത്തപിച്ചു. അച്ഛൻ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് അത് രക്ഷിച്ച സമയത്ത് കൊടുത്തതാണ് വരം. ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അമ്മയാണ് ദുഷ്ട. അപ്പോൾ അമ്മയോട് ദേഷ്യമായി. പെട്ടെന്ന് പാശ്ചാത്തപിച്ചു. ഏതൊരമ്മയും സ്വന്തമൻ രാജാവാൻ ആഗ്രഹിക്കും, അതുപോലെ എൻ്റെ അമ്മയെ ആഗ്രഹിച്ചുള്ളൂ. അപ്പോൾ എന്നെ ചേട്ടനാണ് അധർമ്മം കാണിച്ചത്. എല്ലാവരെയും നോക്കേണ്ട ചേട്ടൻ കാട്ടിൽ പോയല്ലോ, ഒരിക്കൽ തെറ്റ് തന്നെയാണ്. പെട്ടെന്ന് വീണ്ടും പാശ്ചാത്തപിച്ചു. അച്ഛൻ കടം മേടിച്ച മോനല്ലേ വീട്ടേണ്ടത്, അതുപോലെ എൻ്റെ ചേട്ടൻ ചെയ്തോളൂ. ഞാനാണ് എല്ലാത്തിനും കാരണം, ഞാനാണ് മാറേണ്ടത്. അങ്ങനെ രാമനെ വിളിക്കാൻ പോകുമ്പോഴും രാമൻ ചെന്ന് ക്ഷണിച്ച സമയത്ത് ഉപദേശിക്കുന്ന കാര്യങ്ങളാണ്. കുഞ്ഞെ, നീ ജ്ഞാനികളെയും ഋഷികളെയും പിതൃക്കളെയും കൃത്യന്മാരെയും ഗുരുജനങ്ങളെയും എതിർസ്ഥാനത്തുള്ളവരെയും വൃദ്ധന്മാരെയും നീ പൂജിക്കുന്നില്ലേ? നീ ധൈര്യശാലികളെയും അതുപോലെ തന്നെ അറിവുള്ളവരെയും ഇന്ദ്രിയ സമ്പന്നം നേടിയവരല്ലേ മന്ത്രിപത്ത് വെച്ചിരിക്കുന്നത്. കുഞ്ഞെ, നീ ഉറക്കത്തിന് അടിമയാകുന്നില്ലല്ലോ, ഉണർവോടും ജാഗ്രതയോടും പ്രവർത്തിക്കുന്നില്ലേ? രാത്രി അന്ത്യാമങ്ങളിൽ അന്നന്ന് നിർവഹിക്കേണ്ട കൃത്യങ്ങൾ നീ ജ്ഞാനാത്മക ചിന്തിക്കാറില്ലേ? ഭരണപരമായ കാര്യങ്ങൾ ഒറ്റയ്ക്കെടുക്കാറില്ലല്ലോ. എല്ലാവരും കൂടെ ചേർന്നെടുത്ത തീരുമാനങ്ങൾ നീ അങ്ങാടിപ്പാട്ടാക്കാറില്ലല്ലോ. ഏറ്റവും നേട്ടമുള്ള വലുതായിട്ടുള്ള ചെറിയ തുടക്കമായിട്ടുള്ള സംരംഭങ്ങൾ നീട്ടിവയ്ക്കാതെ ഉടനെ ആരംഭിക്കുന്നില്ലേ? ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലോ ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ള രാജാക്കന്മാർ അറിയാറില്ലല്ലോ ചോദിക്കുകയാണ്. 1000 ബുദ്ധിശൂന്യന്മാരുണ്ടെങ്കിലും അറിവും ബുദ്ധിയും വിവേകമുള്ള ഒരാളെ വയ്ക്കുക. വിവേകമില്ലാത്തവർ 10,000 കണക്കുണ്ടായാലും വേണ്ട സമയത്ത് ഉപകരിക്കില്ല. ബാലന്മാർ, വിചാരന്മാർ, അതുപോലെ തന്നെ യോഗ്യത തെളിയിച്ചവർ, അതുപോലെ തന്നെ വിക്രമശാലികൾ, ഇവരെയെല്ലാം നീ ആദരിക്കുന്നില്ലേ? അതുപോലെ സൈന്യത്തിന് ഭക്ഷണവും ശമ്പളവും യഥാസമയം കൊടുക്കുന്നില്ലേ? അത് വൈകുന്നില്ലല്ലോ. യഥാസമയം കൊടുത്തില്ലെങ്കിൽ അവർ ഭരിക്കുന്നവരുടെ കോപിക്കും അനിഷ്ടങ്ങളുണ്ടാക്കും. അതുപോലെ പിന്നെ പറഞ്ഞ കൃഷിസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, ആരാധനകളും നീ കാത്തു സൂക്ഷിക്കുന്നില്ലേ? പൂജകളും ഇപ്രകാരമുള്ള കർമ്മങ്ങളും ഉത്സവങ്ങളും മുടക്കുന്നില്ലല്ലോ. അതുപോലെ കൃഷിസ്ഥലങ്ങൾ യഥാസമയം ഉഴുതുമറിച്ച് കൃത്യസമയത്ത് കൃഷി നടുന്നില്ലേ? തണ്ണീർത്തടങ്ങൾ, പുഴകൾ, വെള്ളച്ചാലുകൾ എന്നിവയും പശുക്കളെയും നീ സംരക്ഷിക്കുന്നില്ലേ? പിന്നെ ചോദിക്കുന്നത് ചെറുകിട വ്യവസായക്കാരെയും കച്ചവടക്കാരെയും വ്യവസായക്കാരെയും നീ സംരക്ഷിക്കുന്നില്ലേ? പശുക്കളെ സംരക്ഷിക്കുന്നവരാ. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ട സുരക്ഷയും സ്വാതന്ത്ര്യവും നൽകുന്നില്ലേ? കാടുകളും വൃക്ഷങ്ങളും സംരക്ഷിക്കുന്നില്ലേ? ധനത്തിൻ്റെ വരവ് ധാരാളമായും ചിലവ് ചുരുക്കുന്നില്ലേ? ഭണ്ഡാരത്തിന് പണം തെറ്റായ രീതിയിൽ ചിലവാക്കുന്നില്ലല്ലോ. ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കുകയും ചെയ്യുന്നില്ലേ? അയൽരാജ്യക്കാരുമായിട്ട് നീ ബന്ധം പുലർത്താറില്ലേ? ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മൾ പക്ഷിയെപ്പോലെ പറക്കാൻ, മനുഷ്യരെപ്പോലെ നീന്താൻ പഠിച്ച് മനുഷ്യപ്പോലെ നടക്കാനും ജീവിക്കാനും മറന്നുപോയി. അപ്പോൾ ആ ഒരു ഭാവം രണ്ടുപേർക്കൂടെ സമയം കുറച്ച് തന്നുള്ള അമ്മ വേഗം ധൃതിയിൽ വിശദീകരിച്ച് പറയും. നമഃശിവായ.